Okay, today we will start our module 2, design thinking. So before that, കുറച്ച് അസൈൻമെന്റ്സ് തന്നിരുന്നു. അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ നോക്കിയിട്ടില്ല. കുറച്ച് പേര് ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഐ വാസ് നോട്ട് ഏബിൾ ടു ക്ലിയർ ദോസ് ഡൗട്ട്സ്. വേറെ ഒന്നുമില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കട്ടെ, നിങ്ങളുടെ അസൈൻമെന്റ്സ് കാര്യങ്ങളൊന്നും നോക്കട്ടെ, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓൾസോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് മൊഡ്യൂൾ 1-ൽ നിന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. I will try to answer those questions and will give you those. Okay, എക്സാംസിന് മുമ്പ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ that's it. അപ്പോൾ മൊഡ്യൂൾ 1 വാസ് ദാറ്റ് വി ഹാവ് ദാറ്റ് ഡിസൈൻ പ്രോസസ് സ്റ്റെപ്സ്, ഡിഫറെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഫിഗേഴ്സ് വരയ്ക്കുന്നതായിരുന്നു പലരുടെയും ക്വസ്റ്റ്യൻസ്. ആ ഫിഗേഴ്സ് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം, നോ പ്രോബ്ലം. അപ്പം ഫിഗർ വരാനായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും യു ക്യാൻ ഡ്രോ ദ ഫിഗേഴ്സ്. ദെൻ പിന്നെ ഒരു മൾട്ടിമീഡിയ കാറിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് നിങ്ങൾ നോക്കുക, ഞാൻ നോക്കട്ടെ നിങ്ങൾ എങ്ങനെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഫൈൻ. സോ എനിവേ വി വിൽ സ്റ്റാർട്ട് അവർ മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 ഈസ് ലിറ്റിൽ ബിറ്റ് ഇൻട്രസ്റ്റിംഗ്. കുറച്ചും കൂടെ നമ്മൾ എന്താ പറയാ സെഷൻസ് ഇന്ററാക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കാം. ഫൈൻ. ഓക്കെ, സോ ഡിസൈൻ തിങ്കിങ്. So what is design thinking? We can simply say design thinking is a process for creative problem solving. Okay, it means a creative problem solving. I mean, a process for creative problem solving. That means there will be some problems and we have to solve it by creative thinking. Okay, so this creativity factor comes here. അപ്പൊ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ ചോദിക്കാൻ വിട്ടുപോയത്, എത്ര പേര് ഇവിടെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്? നിങ്ങളുടെ ഹോബീസ് ക്രിയേറ്റീവ് ആയിട്ട് എന്താ പറയാ, പെയിന്റിങ്, ഡ്രോയിങ്, ദെൻ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് പേര് പറയാവോ? നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വേറെ ആളുടെ പേര് പറയണമെന്ന് നിങ്ങൾ പറഞ്ഞു, ഫ്രണ്ട്സിന്റെ പേര് പറയണമെന്ന് നിങ്ങൾ പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്തിട്ട്. എനിബഡി ജസ്റ്റ് ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവര്, ഇപ്പം ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവര്, ആരെങ്കിലും? ആരുമില്ല? അജയ് കൃഷ്ണ ക്രിയേറ്റീവ് ആയിട്ട് എന്താ ചെയ്യുന്നത്? ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, am I audible? Yes, sir. Yes, sir. Fine. Okay, then one more thing, when I ask questions, ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ സിംപ്ലി നമ്മൾ കാഷ്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ എത്രത്തോളം അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആൻഡ് ഇഫ് യു ഡു നോട്ട് ആൻസർ ഫോർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, സിംപ്ലി ഞാൻ വൈവ നടത്തും. വൈവ 1 by 1 വിളിച്ചിട്ട് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ജോയിൻ ചെയ്യാൻ പറയും, വീഡിയോ ഓൺ ചെയ്യാൻ പറയും, നമുക്ക് കണ്ട് സംസാരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പരിചയപ്പെടാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ. കാരണം ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇപ്പൊ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ആരും മ്യൂട്ട് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് ബെറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ, മൊഡ്യൂൾസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ, ഓരോരുത്തർക്ക് വൈവ 1 by 1 ആയിട്ട് ചോദിക്കാം. അതായത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അങ്ങനെയാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക, പറയാ ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് ജസ്റ്റ് സേ സർ ഐ ഡോണ്ട് നോ എനിത്തിങ്, അത്രയും പറയാം. അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാണെങ്കിൽ ശ്രദ്ധിച്ചില്ല, എന്തായാലും അത് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഫൈൻ. സോ ലെറ്റ് മീ സി ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ റൗണ്ട്സ് എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഫൈൻ. സോ നമുക്ക് സമയം കളയാനില്ല, ജസ്റ്റ് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, മൊഡ്യൂൾ 2-ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. സോ design thinking is a process for creative problem solving. So we are all design engineers, okay, and we will have to deal with a different kind of problem while we design something. Okay, so here the design thinking means it is a way of problem solving that when in a creative way. Okay, way of solving those problems in a creative way. So the design thinking is an iterative process.
it is an iterative process. That means we have to do it again and again and again like that, one by one, അല്ലെങ്കിൽ multiple times ഓ ചിലപ്പോൾ parallelly ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. Okay, it is an iterative process in which we seek to understand the user, where we seek to understand the user. Okay, നമ്മൾ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഡിസൈൻ എഞ്ചിനീയേഴ്സിൽ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ, ഒരു യൂസർ വരുന്നുണ്ടെങ്കിൽ, we have to understand the user, then challenge assumptions. We have to make the assumptions. So it is a challenge. To make assumptions, it is a challenge. And then redefine problems in an attempt to identify alternative strategies and solutions to prototype and testing. Okay. സോ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ കുറേ സ്റ്റെപ്സ്, കുറേ പ്രോസസ് പഠിച്ചിരുന്നു. അത് ബേസ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് ദ ബേസിക് പ്രോസസ്. സ്റ്റെപ്സ് നമ്മൾ കണ്ടിരുന്ന 5 സ്റ്റെപ്സ് 6 സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു ഡിസൈൻ പ്രോസസ്സുകളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ബേസ് ആക്കി വെച്ചിട്ടാണ് ക്രിയേറ്റീവ് ഡിസൈൻ തിങ്കിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, so what we are doing is we have to understand the user, then we have to create the assumptions, and then redefine the problems. Okay, redefine the problems in an attempt to identify alternative strategies and solutions. Okay, so our aim is to make a prototype or ഒരു പ്രാക്ടിക്കലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കലാണ്. പ്രോട്ടോടൈപ്പും അതിന്റെ ടെസ്റ്റിംഗും ആണ് നമ്മുടെ എയിം. അപ്പോൾ ഒരു യൂസർ അയാളുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ യൂസറിനെ ഒബ്സർവ് ചെയ്തു, എന്നിട്ട് നമ്മൾ കുറെ അസംഷൻസ്, കുറെ ഫീച്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്ന പോലെ കുറെ അസംഷൻസ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ആ അസംഷൻസിനെ അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ റീഡിഫൈൻ ചെയ്തു. അതിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഒക്കെ അതിനൊക്കെ സോൾവ് ചെയ്ത് Hello, am I audible? Yes, sir. Okay, fine. Okay, good. So that is what we call the design thinking. അപ്പോൾ അതിന് ആ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച പോലെ തന്നെ കുറച്ചുകൂടെ സ്റ്റെപ്സ് ഉണ്ട്. ഷ്യൂർ. So that is the design process or design thinking. Okay, so we see what is this iterative design thinking process is. So this iterative design thinking process has many steps. 5 phases ഉണ്ട്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ കണ്ട പോലെ ഇവിടെയും കുറച്ച് ഫേസസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച പോർഷനും ഇത് നമ്മളുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് മൊഡ്യൂൾ ഇറ്റ് ഈസ് ദ ബേസിക് വൺ. ഓക്കെ, എനിബഡി ക്യാൻ ഫോളോ ദോസ് സ്റ്റെപ്സ്, ഐ മീൻ ദോസ് പ്രോസസ് ടു മേക്ക് എ ഡിസൈൻ. നമുക്ക് എന്തൊരു ഡിസൈൻ ഉണ്ടാക്കാനും ബേസിക് ആയിട്ട് വേണ്ട സ്റ്റെപ്സ് ആണ് നമ്മൾ അവിടെ പഠിച്ചത്. ആൻഡ് നൗ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് അപ്ഗ്രേഡഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവിങ് കേസിലാണ് വരുന്നത്. ക്രിട്ടിക്കലി ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഒരു ഡിസൈൻ സ്റ്റെപ്സിൽ അല്ലെങ്കിൽ ഡിസൈൻ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് കുറച്ചും കൂടെ ഡിസൈൻ തിങ്കിങ്ങിൽ വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇൻവോൾവ്സ് 5 steps. They are empathize, define, ideate, prototype, and test. The 5 steps which are involved in the design thinking process are empathize, define, ideate, prototype, and test. Okay, so it is most useful to tackle problems that are ill-defined or unknown. So it means ill-defined or unknown means they can be a critical situation. ഒരു ക്രിട്ടിക്കൽ കേസോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനോ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എങ്ങനെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ എബിലിറ്റി, ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നമ്മൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ് ആൻഡ് ടെസ്റ്റ്. I hope you are taking down notes. ഈ പോയിന്റ്സ് empathize, define, ideate, prototype and test എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ. ഫൈൻ. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സെക്കൻഡ് സ്ലൈഡ് അല്ലേ? സ്ലൈഡ് നമ്പർ 2 അല്ലേ കാണുന്നത്? ഹലോ ഹലോ Sir, slide number 2. Slide number 2. Okay, fine, good. So, this is just a എന്താ പറയാ, ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെയാണ്. The 5 phases. Empathize.
what we have to do is we are acting as the design engineers. Oh, we are the people who designs. So users will approach us to make their requirements or to create a design. So what we have to do is we have to empathize with your users. We empathize in order to get information or in order to understand the user. Okay, ഇപ്പോൾ ഒരു യൂസർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് we have to empathize with the users. Then define. We have to define our users' needs, their problem, and your insights or and insights. Uh, since we are the design engineers, we listen to our users. Okay, so what we do in the define section is we can define the users needs. Usersന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. And we can also define their problem. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് വി ക്യാൻ ഡിഫൈൻ അവർ ഓൺ ഇൻസൈറ്റ്സ്. സിൻസ് വി ആർ ഡിസൈൻ എഞ്ചിനീയേഴ്സ് വി വിൽ ഹാവ് ഇൻസൈറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ കണ്ട എക്സാമ്പിൾസ് ഇപ്പോൾ ലാഡറിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ വന്നൊരു യൂസർ നമ്മുടെ അടുത്ത് പറഞ്ഞു അയാൾക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ കയറാനുള്ള ഒരു ലാഡർ ഉണ്ടാക്കണം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഇലക്ട്രിക് വർക്ക് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് ഒരു ലാഡർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വി ഹാവ് എൻ ഇൻസൈറ്റ് ദാറ്റ് ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന ഒരു ലാഡർ ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഓഫ് ആൻ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ, കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിരിക്കാൻ പാടില്ല എന്ന് നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻസൈറ്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം, like that. Okay, and the third point is ideate. So by challenging assumptions and creating ideas for innovative solutions. So that third part is much important. അവിടെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഡെഫിനേഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസും കാര്യങ്ങളും അസംഷൻസ് ഒക്കെ വെച്ചിട്ട് we have to create new ideas, okay, for innovative solutions. അപ്പൊ ഇവിടുത്തെ ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയാ എക്സാമ്പിൾസോ പ്രാക്ടിക്കൽ കാര്യങ്ങളോ നമുക്ക് എടുക്കാൻ പറ്റും ഡിസൈൻ സെക്ഷനിൽ. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ സ്വന്തം ഐഡിയ ആയിരിക്കും ഉണ്ടാക്കുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളായിരിക്കും നമ്മൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ അല്ലെങ്കിൽ ഡിസൈൻ തിങ്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് വി ഹാവ് ടു ഡിസൈൻ സംതിങ് ബൈ അവർ ഓൺ, എ ന്യൂ ഡിസൈൻ, സംതിങ് വിച്ച് ഇസ് ന്യൂ. ചിലപ്പോൾ അതുവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാത്ത ഒരു സിറ്റുവേഷനോ അതുവരെ ഹാൻഡിൽ ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷനോ ഒക്കെ വേണ്ടിയിട്ട് വി ഹാവ് ടു ഡിഫൈൻ സംതിങ് ന്യൂ. ഫൈൻ. സോ ദാറ്റ് ഈസ് what we have to do in the design thinking. Okay, and then we have to make a prototype to start creating solutions. Prototype will not be the end product, of course. Prototypes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ്. ആൻഡ് ദെൻ പ്രോട്ടോടൈപ്പ് വിൽ ഹാവ് മെനി ഡ്രോബാക്സ് ഓർ ഡിഫിക്കൽട്ടീസ്. ദെൻ വി വിൽ ഡു ദ ഐറ്ററേഷൻ വൺ ബൈ വൺ ആയിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചേഞ്ച് ചെയ്ത് we will do that during the test. ഓക്കെ, ആ പ്രോട്ടോടൈപ്പിനെ നമ്മൾ ടെസ്റ്റ് ടൈമിൽ അത് ചെയ്യും. എന്ത് ചെയ്യും? ഐറ്ററേഷൻസ് ചെയ്യും, എന്തെങ്കിലും ഡ്രോബാക്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അതിനെ കറക്റ്റ് ചെയ്യും. അങ്ങനെ അറ്റ് ദ എൻഡ് വി വിൽ ഹാവ് എ കംപ്ലീറ്റ് ഗുഡ് പ്രോഡക്റ്റ്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി ഡു ദ ഡിസൈൻ തിങ്കിങ്. And then there are many important points which we have to keep in our mind while we do the creative or this design thinking process. Design thinking processൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിൽ നമ്മൾ കണ്ടു ഡിസൈൻ പ്രോസസ്. ദ ബേസിക് പ്രോസസ് ഈസ് കമ്മിങ് വൺ ഓർ അനദർ. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് നമ്മൾ ഡിസൈൻ പ്രോസസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഒരു ഹൈറാർക്കി പോലെ വൺ ആഫ്റ്റർ അനദർ നമ്മൾ ചെയ്യുമായിരുന്നു. ഓക്കെ, അതായത് ആദ്യം കസ്റ്റമർ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കും, കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കും, ഫങ്ഷൻസ്, അങ്ങനെ ഡിസൈൻ ഓൾട്ടർനേറ്റീവ്സ്, അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യും. ബട്ട് ഫോർ ദ ഡിസൈൻ തിങ്കിങ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു ഡു ഇൻ ദ ഓർഡർ. സ്പെസിഫിക് ഓർഡറിൽ അത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് 5 phases, സ്റ്റേജസ് ഓർ മോഡ്സ് ആർ നോട്ട് ഓൾവേസ് സീക്വൻഷ്യൽ. ദർ ഇസ് നോ എന്താ പറയാ need that these 5 stages has to be in a sequential order. They do not have to follow any specific order or can often
occur in parallel or repeat iteratively. That means we have 5 steps or 5 different processes. അപ്പോൾ അതിൽ ചിലപ്പോൾ 2-3 പ്രോസസ്സുകളൊക്കെ നമുക്ക് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമിലർലി വി ക്യാൻ ഡു ദ റിപ്പീറ്റ് iteration. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ടെസ്റ്റിംഗ് സെക്ഷനിൽ കഴിഞ്ഞപ്പോൾ ഈ ടെസ്റ്റിംഗ് സെക്ഷനിൽ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വേറൊരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. സോ വി ഹാവ് ടു അഗെയിൻ ഗോ ബാക്ക് ടു ദ ഡിഫൈൻ സെക്ഷൻ. ചിലപ്പോൾ അത് കസ്റ്റമറിന്റെ അടുത്ത് വീണ്ടും പോകേണ്ടി വരും. അതായത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഗെയിൻ, അതായത് കസ്റ്റമർ റിക്വയർമെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് ദ ടെസ്റ്റിംഗ് സെഷൻ we are understanding that we are not meeting the customer requirements. So we have to again go back to the empathize or the first stage. Okay, again define, ideate, prototype, just like that. So it means there is no a particular order. There is no specific order for this. Okay, we can sometimes do the parallel processing and sometimes we can do the repeat iteration also. Okay. And then the third point, you should not understand the phases as a hierarchical or step-by-step process. Just like we discussed, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്ന് പറയാൻ പറ്റില്ല ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എ കസ്റ്റമർ ഈസ് അപ്രോച്ചിങ് എ ടീം, കസ്റ്റമർ ഈസ് അപ്രോച്ചിങ് അവർ ടീം ഫോർ എ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു സജഷൻ. അപ്പം അയാൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ഒരു സജഷന് വേണ്ടിയിട്ടായിരിക്കും അയാൾ വരിക. ഒരു സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടോ അതിനൊക്കെ ആയിരിക്കാം. നമുക്ക് അയാൾ എംപത്തൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ, അയാളുടെ ഐഡിയാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അവർ വർക്ക് ഈസ് ഡൺ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ 5 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ദെൻ യു ഷുഡ് ലുക്ക് അറ്റ് ഇറ്റ് ആസ് എൻ ഓവർവ്യൂ ഓഫ് ദ മോഡ്സ് ഓർ ഫേസസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ആൻ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് rather than sequential steps. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 സ്റ്റെപ്സ്, ഈ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഓവർവ്യൂ ഓഫ് മോഡ്സ് ഓർ ഫേസസ് ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ആൻ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ്. ഇപ്പോൾ ഒരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകളാണ്, ഫേസസ് ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 5 എന്ത്? എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ഇപ്പം നിങ്ങൾ എന്ത് കാര്യത്തിൽ ഡിസൈൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്തും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ 5 സ്റ്റെപ്സ് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാമെന്ന്. ദാറ്റ് ഈസ് ദ ബേസിക് സ്റ്റെപ്സ്. എനിബഡി ക്യാൻ ഫോളോ ദോസ് സ്റ്റെപ്സ്. അങ്ങനെ അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡിവൈസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൊല്യൂഷൻ നമുക്ക് കിട്ടും. ആൻഡ് ഹിയർ ഇറ്റ് കംസ് ദ ക്രിട്ടിക്കൽ കൈൻഡ് ഓഫ് തിങ്കിങ്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എമർജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കേണ്ടി വരാം. നമുക്ക് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡിസൈൻസ് ഒന്നും കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സമയത്ത്. ഓക്കെ, വി വിൽ സീ എൻ എക്സാമ്പിൾ ഓർ വി വിൽ സീ എ എക്സാമ്പിൾ ഓർ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഫോർ എ ഡിസൈൻ തിങ്കിങ് situation or design thinking process. Okay, so what we normally say is the design thinking is always thinking out of the box. Okay, it is just like thinking out of the box. അപ്പോൾ നമ്മൾ മൊഡ്യൂളിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരുന്നില്ല, വിത്തിൻ ദ ബോക്സ് ആയിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഹിയർ വി ആർ തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ്. ദാറ്റ് മീൻസ് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ദിസ് ഈസ് ഈ ഫസ്റ്റ് പോയിന്റ് ഞാൻ വായിക്കാം. However, thinking outside the box can be a real challenge as we naturally develop patterns of thinking that are modeled on the repetitive activities and commonly accessed knowledge we surround ourselves with. അതായത് think out of the box എന്ന് പറഞ്ഞാൽ say we have 62 students in our class. Okay, എല്ലാവരും ക്രിയേറ്റീവ് ആയിരിക്കും, എല്ലാവരും യൂണിക് ആണ്, എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, എല്ലാവർക്കും അവരുടേതായ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ബട്ട് ചില സേ ഐ എം ആസ്കിങ് യു ടു സബ്മിറ്റ് എൻ ഐഡിയ. ഓക്കെ, ജസ്റ്റ് ഒരു അസൈൻമെന്റ് പോലെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഓരോ ഐഡിയാസ് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നോർമലി നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നല്ല, ഓൾമോസ്റ്റ് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. സേ ഒരു ഓൾമോസ്റ്റ് ഒരു 90-95% നമ്മൾ എന്താ ചെയ്യുക, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോടും ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഫ്രണ്ട്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ നമ്മൾ സബ്മിറ്റ് ചെയ്യും ഏറ്റവും എളുപ്പത്തിന്. അപ്പൊ അതാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്, നാച്ചുറലി ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് അതാണ്. വി ഹാവ് എ
what we are used to that. ഇപ്പം അങ്ങനെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നോർമലി റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ കോമൺലി ആക്സസ്ഡ് നോളജോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാം, ഒരു ഐഡിയ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. അതേസമയത്ത് വളരെ കുറച്ച് പേര് മാത്രം ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് സബ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് അവർ ചിന്തിക്കും. ഓക്കെ, ആ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. So we can see that in this figure there is a truck which is stuck under a bridge. Okay, so what actually happened is that the truck driver tried to pass the bridge. അപ്പോൾ ഒരു അണ്ടർ ബ്രിഡ്ജ് അണ്ടർവേ കൂടെ അയാൾ പാസ് ചെയ്യാൻ നോക്കി. ആൻഡ് ഓഫ് കോഴ്സ് ദ ഹൈറ്റ് വാസ് അവിടെ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് 12 ഇഞ്ചോ എന്തോ 12 ഫീറ്റ് വരെയുള്ള ഒരു ഹൈറ്റ് അവിടെ ക്ലിയറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദ ഡ്രൈവർ ഡിഡിന്റ് നോട്ടീസ് ദാറ്റ് and he just tried to pass the bridge and he became eventually stuck under that bridge, and now he cannot move forward or backward. He cannot take his truck forward or backward. So normally this is happening not in India at least, വേറെ ഒരു ഫോറിൻ കൺട്രിയിലാണ്. ഇപ്പൊ ഒരു പഴയ ഒരു ഫിഗർ ആണ്, എന്നാലും ഈ സിറ്റുവേഷൻ ഒരു ഫോറിൻ കൺട്രിയിലോ എവിടെയെങ്കിലാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ what will happen? Suddenly the emergency service will arrive. ഓക്കെ, എമർജൻസി സർവീസ് വരും, പോലീസ് വരും, ഫയർഫോഴ്സ് വരും. നമ്മുടെ നാട്ടിലും വരും കേട്ടോ, വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ പോലീസും ഫയർഫോഴ്സും ആൾക്കാരൊക്കെ ഓടിക്കൂടി, ഡ്രൈവറും ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരിക്കുക. ഓക്കെ, so this is the situation. So I am asking to you, how we can solve this? എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വേഗം പറയൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സജഷൻസ് പറയാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സജഷൻസ് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. എനിബഡി, അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും, പേര് വിളിച്ചിട്ട് ആൻസർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആബ്സെന്റ് ആയിരിക്കും. സിമ്പിൾ. ജസ്റ്റ് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക, നിങ്ങൾ എന്തെങ്കിലും ആൻസേഴ്സ് പറയും. ഇപ്പൊ ഈ വണ്ടീനെ നമുക്ക് പുറത്തേക്ക് എടുക്കണം, ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ ലോക്ക് ആയി പോയ ഒരു വണ്ടി, ഇതിനെ പുറത്തേക്ക് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സംബഡി പ്ലീസ് റെസ്പോണ്ട്. ഹലോ Aditya C. Dilip, you have any suggestions or any comments? Aditya? പോയോ? ഹലോ sir. യെസ്, ആദിത്യ പറയൂ. എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? എല്ലാവരും ചിന്തിച്ചോ, സമയമുണ്ട്, ഒരു 5 മിനിറ്റ് സമയമുണ്ട്. ഇറ്റ്സ് ഓൺലി 10:40. ആദിത്യ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? സർ കേൾക്കാം. എന്നിട്ട് എന്താണ് റെസ്പോൺസ് ഒന്നും ഇല്ലാത്തെ? ആദിത്യ, ഇഫ് യു ഡു നോട്ട് റെസ്പോണ്ട്, ഞാനൊരു ഹലോ കേട്ടായിരുന്നു. അറിയില്ല. അമൽ മത്തായി, ഡു യു ഹാവ് എനി സജഷൻ? എടോ, ഇത് ചുമ്മാ ഇത് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ ചോദിക്കുന്നതല്ല, ഒരു സബ്ജക്റ്റിന്റെ റിലേറ്റഡ് ആയിട്ടൊരു കാര്യം ചോദിക്കുന്നതല്ല. ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് ഈ വണ്ടിയുടെ പുറകിൽ കിടക്കുന്ന വണ്ടിയിലാണ് നിങ്ങളുള്ളത്, ഈ വണ്ടി പോയാലാണ് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരുന്ന് അർജന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് എത്താനുള്ളതാണ്, പുറകിലും വണ്ടി വന്നു, ആകെ സ്റ്റക്കായി, ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആയി. നമുക്കറിയാം, ഇങ്ങനെ ഒരു വണ്ടി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പുറകിലെ വണ്ടികൾ വന്നു ആകെ ട്രാഫിക് ബ്ലോക്ക് ആവും. അപ്പോ നിങ്ങളുടെ വണ്ടി പോകണമെങ്കിൽ ഈ വണ്ടി പോയേ പറ്റൂ. എന്ത് ചെയ്യും? നിങ്ങൾ ഇത് നോക്കിയിരിക്കുവോ, അതോ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ച ഐഡിയ പറയാൻ നോക്കുവോ? ഹോൺ അടിക്കും. ഹോൺ അടിച്ചാൽ വണ്ടി പോവില്ല, കാരണം ഇത് സ്റ്റക്കാണ്. ഓക്കെ, ദാറ്റ്സ് എ ഫണ്ണി ക്വസ്റ്റ്യൻ, ഫണ്ണി ആൻസർ. വേറെ ആരെങ്കിലും? അശ്വിൻ അശ്വിൻ പറയൂ. അശ്വിൻ ജെ, ഫൈൻ. എന്താ ഒരു സജഷൻ പറയും? നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വൈവ് ചോദിക്കേ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ റെസ്പോൺസ് കുറവാണെങ്കിൽ എനിക്ക് വൈവ് ചോദിച്ചേ പറ്റൂ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട്. പറഞ്ഞോ. അത് ലൈക്ക് നമുക്ക് കണ്ടെയ്നർ ആണോ ബാറ്ററി സാർ? അത് റിമൂവ് ചെയ്യാൻ പറ്റില്ലേ? ലൈക്ക് സം സോർട്ട് ഓഫ്
Okay, good suggestion. Dismantling that container or dismantling that portion. Fine. വേറെ എന്തെങ്കിലും? Ishika, you have any comments? ആർക്കൊന്നും പറയില്ല, പറഞ്ഞോ ഇഷിക. സർ മറ്റേ കട്ട് ചെയ്ത് കളയാലോ. ഓക്കെ, അത്രയും ഭാഗം സ്റ്റക്കായ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ടയർ മാറ്റാം, അതാരാ പറഞ്ഞേ? ഇഷികയാണോ? ഓക്കെ ഫൈൻ, ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, നമുക്കുള്ള ഓപ്ഷൻസ് ഞാൻ പറയാം. അതായത് നമുക്ക് വേണമെങ്കിൽ ബ്രിഡ്ജിന്റെ കുറച്ച് പോർഷൻസ് നമുക്ക് അടിച്ചു പൊളിച്ച് റിലീസ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. സോ ദീസ് വർ ദ സജഷൻസ് ദാറ്റ് കെയിം അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം. ഇത് നടന്നൊരു സംഭവം ഉണ്ടോ, നമ്മൾ പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആൻഡ് ദെൻ സംബഡി സജസ്റ്റ് ദാറ്റ്, നമ്മളല്ല അവിടെ ഉള്ളവരും സജസ്റ്റ് ചെയ്തായിരുന്നു ഡിസ്മാൻഡലിംഗ് ദ ട്രക്ക്. നമ്മളും ഓൾറെഡി ഇത് പറഞ്ഞു നോക്കി, നമ്മുടെ പുറകിലിരിക്കുന്ന ട്രക്കിന്റെ സാധനങ്ങളൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യാം. ബട്ട് ഓൾ ദീസ് തിങ്സ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അത്രയും ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കുമ്പോഴേക്കും ട്രാഫിക് ബ്ലോക്ക് ആവും, ആകെ പ്രശ്നവും. ഓക്കെ, സോ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഇസ് the emergency workers were debating whether to dismantle the parts of the truck or chip away the parts of the bridge. Each spoke of a solution which fitted within his or her respective level of expertise. Okay, അപ്പോൾ ഓരോരുത്തരും അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ് എന്നാണ് അവർ എക്സാമ്പിൾസ് പറഞ്ഞത്. ഓക്കെ, ബട്ട് ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് ഇസ് എ ബോയ് വാക്കിംഗ് ബൈ ആൻഡ് വിറ്റ്നസിംഗ് ദിസ് ഇന്റൻസ് ഡിബേറ്റ് ലുക്ക്ഡ് അറ്റ് ദ ട്രക്ക് at the bridge, and then he looked at the road and said non-chancellingly, why not just let the air out of the tires? To the absolute amazement of all the specialists and experts trying to unpick the problem. അതായത് ആ ട്രക്കിന്റെ എയർ അങ്ങോട്ട് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ സേ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചോളം അത് താഴും. അപ്പൊ പിന്നെ ആ ട്രക്ക് നമുക്ക് എടുത്തുകൂടെ എന്നൊരു സജഷൻ. ഇപ്പൊ ടയർ മാറ്റിക്കൂടെ എന്ന് ചോദിച്ച പോലെ തന്നെ ഒരു സജഷൻ. ടയർ മാറ്റിയാൽ അതിന് മൂവ് ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് ഇവിടെ വന്നിരുന്ന ഒരു സജഷൻ അതായിരുന്നു, എയർ കളയൂ. ആ ടയറിന്റെ എയർ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയ ഫിഗർ ഒരു 5 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചോ ഒക്കെ ഒരു ഇതിൽ കുറവ് വരും. ഓക്കെ, സോ ദാറ്റ് മീൻസ് അത് അത്രയും ഇഞ്ച് അത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി മാറ്റാൻ പറ്റുമായിരിക്കും. അതാണ് ആ പയ്യൻ സജസ്റ്റ് ചെയ്തത്. When that solution was tested, the truck was able to drive free with ease. That means the problem was solved. ഇതെന്താണ്, ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു എംപത്തൈസ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആൻസർ കിട്ടുമായിരുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് അതിനെ ചലഞ്ചസ് ഉണ്ടാക്കി കണ്ടുപിടിച്ചു, ഐഡിയാസ് പുതിയതായിട്ട് ഇറക്കി, എന്നിട്ട് ട്രയൽ ഉണ്ടാക്കുന്ന സമയത്താണ് അങ്ങനെ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ ഈസ് ദിസ് ഈസ് ദ ഡിസൈൻ തിങ്കിങ് എക്സാമ്പിൾ. വി ഹാവ് ടു തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. ഓക്കെ, ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമാണ്, ഓൾറെഡി ഉള്ള ഫ്രെയിം വർക്കിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അതിലും പുറത്തേക്ക് ചിന്തിച്ചാലായിരിക്കും ചിലപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് കിട്ടുക. Okay, so this example was to say that the design thinking process is always thinking out of the box situation. Okay, അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ദെൻ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, യൂട്യൂബിൽ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒരു കുട്ടി ഒരു ഗേറ്റിന്റെ ഉള്ളിൽ സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു ഇത് സംഭവം. എന്നിട്ട് അപ്പൊ നമ്മൾ ഒരാളെ ആ കുട്ടീനെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ കണ്ടോ? ഇപ്പോഴല്ല, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടോ. ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഷെയർ ചെയ്യണം വീണ്ടും. ഓക്കെ, ഒന്നുമില്ല, ഒരു കുട്ടി ഒരു ഗേറ്റിന്റെ ഉള്ളിൽ ലോക്കായി പോകുന്നതാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ആ കുട്ടീനെ പല രീതിയിലും ഗേറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നുണ്ട്, വലിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ഗേറ്റ് ഒന്നുകിൽ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സോ എന്തെങ്കിലും അത് വെച്ചിട്ട് എന്താ സ്ട്രെച്ച് ചെയ്ത് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കുട്ടീനെ പുറത്തേക്ക് എടുക്കാനൊക്കെ ശ്രമിക്കണം. ഓക്കെ, ബട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആ കുട്ടി ഒരു മെത്തേഡിൽ കൂടെ പുറത്തിറങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ഒരു വീഡിയോ? ഓക്കെ, അതെന്താണെന്ന് ഞാൻ പിന്നീട് ഷെയർ ചെയ്ത് തരാം. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ ക്രിയേറ്റീവ് ഓർ ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, സോ this is the representation of the design thinking. And of course, the design thinking is a non-linear process. Non-linear process means it is not happening one after another. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയറോ കാര്യങ്ങളോ അല്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ്
as a non-linear process. So we can see that those 5 steps are here listed here as blocks. എന്നിട്ട് അതിനകത്ത് arrow mark കാണിച്ചിട്ടുണ്ട്. So we can either do it like this, empathize ചെയ്തിട്ട് define ചെയ്ത് ideate ചെയ്ത് prototype കണ്ടുപിടിച്ച് test ചെയ്ത് പോവാം. Okay. And if there are some, if of course, I mean, if during the testing section we understand that there is still some problems remaining, we can again go back to the empathize ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സംടൈംസ് എംപതൈസ് ടു ഹെൽപ്പ് ഡിഫൈൻ ദ പ്രോബ്ലം. ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പ്രോബ്ലം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഐഡിയ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് അനദർ ഐഡിയ. ബാക്കി ഡെഫിനിഷൻ കാര്യങ്ങൾ എംപതൈസും കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഐഡിയ ഡിഫറെന്റ് ആകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് സെക്ഷനിൽ നിന്ന്, അതായത് നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു ഐഡിയ, ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ. അതേപോലെ തന്നെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വീണ്ടും വേറൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ again we can go back to the ideate block. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റേ സ്റ്റെപ്പിലേക്ക് ഐട്രേറ്റീവ് ആയിട്ടോ റിപ്പീറ്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ആസ് എ സൈക്കിൾ ഒക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. സോ ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ഡിസൈൻ തിങ്കിങ് പ്രോസസ്. ഓക്കെ. റിമൂവിങ് ഓൾ ഇവിടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളുടെ ചാറ്റ് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. പാർട്സ് അഴിച്ചെടുക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ റിമൂവിങ് ഓൾ ദ ടയർസ് സോ ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദ കണ്ടെയ്നർ ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ. അത് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് അല്ല അൺമ്യൂട്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം. പ്രൈവറ്റ്ലി ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും കാണില്ല, വേറെ ആരും കാണില്ല. ഓക്കെ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ സജഷൻസ് പറയുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാലോ ക്ലബ് ഹൗസ് ഒക്കെ നടക്കുന്നത്, ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. അതിനകത്ത് നടക്കുന്ന എന്താണെന്ന് കാണുന്നില്ലേ? എല്ലാവരും ഓരോ റൂമിൽ കയറി സംസാരിക്കാൻ നോക്കുകയാണ്. അപ്പൊ അതേപോലെ ഓപ്പൺ അപ്പ്. ഇപ്പൊ ഇത്രയും നാളും മിണ്ടാതിരുന്നിട്ട് നമുക്ക് ബോറടിച്ച് തുടങ്ങിയില്ലേ? അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ കിട്ടുന്ന ഒരു ചാൻസ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. പ്രൈവറ്റ് ആയിട്ട് സെൻഡ് ചെയ്യരുത്. ഈവൻ ഞാൻ അറ്റൻഡൻസ് പറയുമ്പോൾ പോലും ഞാൻ പറയല്ലോ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് അയക്കേണ്ടെന്ന്. അപ്പോ fine. Either do one thing, you copy down this diagram, and in the next class we will continue with the explanation for each blocks. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ കണ്ട പോലെ ഓരോ ബ്ലോക്സിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിസൈൻ തിങ്കിങ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഒരു പ്രോബ്ലം സോൾവിങ് സംഭവമാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ. മൊഡ്യൂൾ 2 ആണ് കേട്ടോ നമ്മൾ പറയുന്നത് ഡിസൈൻ തിങ്കിങ്. അപ്പൊ ആ ഡിസൈൻ തിങ്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഐട്രേറ്റീവ് പ്രോസസ് ആണ്. ഐട്രേറ്റീവ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദിസ് 5 സ്റ്റെപ്സ്: എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ് ആൻഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ 5 സ്റ്റെപ്സ് ആണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ സ്റ്റെപ്സ് ഒന്നും എന്താ പറയാ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൺ ആഫ്റ്റർ അനദർ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. റാൻഡം ഓർഡറിൽ വേണമെങ്കിൽ ചെയ്യാം, റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യാം, പാരലലി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടു, ഒരു ട്രക്ക് സ്റ്റക്ക് ആവുന്ന ഒരു എക്സാമ്പിൾ. ട്രക്ക് സ്റ്റക്ക് ആവുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് എടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ടൊരു ഐഡിയ കിട്ടി. ഓക്കെ. അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. എക്സാമ്പിൾസ് കാര്യങ്ങൾ ഇതിലും ഉണ്ടാവും. നമ്മൾ തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിൽ കണ്ട പോലെ തന്നെ വി വിൽ ഹാവ് എ ക്വസ്റ്റ്യൻസ്, ബട്ട് ഹിയർ ദ ക്വസ്റ്റ്യൻസ് ഹാസ് ടു ബി ആൻസർഡ് ഇൻ എ ഡിഫറെന്റ്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ കണ്ടു ഡിസൈൻ എ ബാഗ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മൾ ആ പ്രോസസ്സുകൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു. ഓക്കെ. ഇനി ഇവിടെ വരുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഡിഫറൻസ് വരും. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ഒരു ആൻസർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രം വെച്ചിട്ട് അത് ഈ ബ്ലോക്ക് ഡയഗ്രം അതിന്റെ ബേസിക്സ് ആണ്, നമുക്ക് എന്താ പറയാ ഒരു റെഫറൻസ് പോലെ യൂസ് ചെയ്യാന്നേ ഉള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. സോ വി വിൽ ഡു വൺ തിങ്, വി വിൽ ടേക്ക് അറ്റൻഡൻസ്. അത് കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് എടുത്തിട്ട് ആരും പോകണ്ട. അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കുട്ടി സ്റ്റക്ക് ആവുന്ന വീഡിയോ ഇല്ലേ, അത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. സോ ഡു വൺ തിങ്, യു ജസ്റ്റ് ടേക്ക് യുവർ അറ്റൻഡൻസ്. ആരും പോവരുത്, ഡോണ്ട് ലീവ്. അറ്റൻഡൻസ് എടുക്കാനായിട്ട് റോൾ നമ്പർ ടൈപ്പ് ചെയ്യുക, പേര് ടൈപ്പ് ചെയ്യുക,
റോൾ നമ്പർ 1, ഓക്കെ. 2, 3, 4 ഉണ്ടോ? 5, ഓക്കെ. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 18% ആണ് ചാറ്റ് ചെയ്യാൻ പറ്റണല്ലോ. 26 ഇല്ല, 27, 28, 29, 30, 30 ഉണ്ടോ? 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62. So absentees are 8, 16, 22, 30, 32, 36, 40, 44, 46, 54 and 56. Okay. ഹലോ സർ. Yes. ആരാണ്? സർ 46% ആണ്, ചാറ്റിലിട്ടായിരുന്നു. ഓക്കെ. 46. 30% ആയിരുന്നു, ലെഫ്റ്റ് ആയി പോയതാ നെറ്റ് കട്ടായിട്ട്. ലെഫ്റ്റ് ആണെങ്കിൽ റീ എൻട്രി ചോദിക്കാലോ. റീ എൻട്രി അല്ല, ഞാൻ അതിനാണ് ലോക്ക് ചെയ്തിട്ടത്. അവന് എന്താണ്? നെറ്റ് കട്ടായെന്നാ പറഞ്ഞേ. ഓക്കെ ഫൈൻ. ക്യാൻ യു സീ ദ സ്ക്രീൻ? ഒരു കുട്ടി യൂട്യൂബിന്റെ സ്ക്രീൻ ചെയ്ത അല്ല എന്താ പറയാ ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടോ? യെസ് സർ, കാണാം കാണാം. I don't know whether you can hear the sound, but I will just play. കണ്ടിട്ടുണ്ടോ ഈ ഒരു വീഡിയോ? ഓക്കെ. നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ കണ്ട് ഇപ്പൊ ഒരു സംഭവം നടന്നതാണ്. നമുക്ക് അതേപോലെയുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇപ്പൊ ആ ഒരു പയ്യൻ അവന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇത് വെച്ചിട്ട് രക്ഷപ്പെട്ടു പോരുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ അത് മുറിക്കണം, ആകെ ടൈം എടുക്കും കാര്യങ്ങൾ. അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസൈൻ തിങ്കിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഡിസൈൻ തിങ്കിങ്ങിന്റെ ഒരു കഴിവ് തന്നെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദ മൊഡ്യൂൾ 2. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുതൽ മൊഡ്യൂൾ 2 കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അതർവൈസ് യു ക്യാൻ ലീവ്. ഓക്കെ.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ